അപ്പോൾ ഒ പി ഡിയിൽ പലപ്പോഴും വന്ന് ആളുകൾ ചോദിക്കുന്നൊരു ഈ കാര്യമാണിത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് ഈ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE, ജോഗ്രൻസ് മുതലായ അസുഖങ്ങളൊക്കെ മിക്കതും ഈ സ്ത്രീകളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ഒരു പുഷ്പിത കാലത്ത് തന്നെയാണ്, അതായത് 20 വയസ്സിനും ഒരു 40 വയസ്സിനും ഇടയ്ക്കാണ് ഇത് അധികവും ബാധിക്കുന്നത്. ഏത് പ്രായത്തിലും വരാമെങ്കിലും അധികവും കണ്ടുവരുന്ന ഇതാണ്. അപ്പോൾ ഇതൊരു ക്രോണിക് ഡിസീസുമാണ്, എല്ലാവർക്കും അറിയാം. കുറേ കാലം ചികിത്സ വേണ്ടതും മോണിറ്ററിങ് വേണ്ടതുമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഇവരുടെ മനസ്സിൽ അപ്പോൾ അമ്മയും അച്ഛനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, അയ്യോ ഡോക്ടറെ, ഇന്നൊരു അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്തു, എൻ്റെ മോക്കൊരു വിവാഹ ജീവിതമൊക്കെ സാധ്യമാണോ, ഒരു കുടുംബജീവിതം പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നാമതായി ഇത് സാധ്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വിവാഹ ജീവിതവും കുടുംബജീവിതവും കുട്ടികളും ഒക്കെ ആയി തന്നെ ജീവിക്കാൻ പൂർണ്ണമായും സാധ്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ ചിലവർക്ക് എന്നാൽ പറ്റുകയുമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഈ കല്യാണത്തിന് മുന്നേ നമ്മൾ ഇപ്പോൾ മാരേജ് പ്ലാൻ ചെയ്യുകയാണ്, നമ്മൾ ഇത് പാർട്ട്ണറുമായിട്ട് തുറന്ന് ഒരു ഓപ്പൺ ഡിസ്കഷന് വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ അനുഭവത്തിൽ ഒ പി ഡിയിലൊക്കെ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഈ പെൺകുട്ടികൾ ഈ മരുന്ന് കഴിച്ച് നല്ല കൺട്രോളായിരിക്കും, വിവാഹം ഉറപ്പിക്കുന്നു, നമ്മുടെ അടുത്ത് വന്ന് പറയും വിവാഹമൊക്കെയാണ്, എന്നെയൊക്കെ വിളിച്ചിട്ട് പോവും, പാർട്ട്ണറോട് പറയില്ല. പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ കാരണം ഇവർ പറയില്ല. അപ്പോൾ ആദ്യം കുറച്ച് കാലം ഇവള് ഒളിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മരുന്നങ്ങ് മുടക്കും. അപ്പോൾ ഡിസീസ് എല്ലാം തിരിച്ചു വരികയും സിവിയർ ഡിസീസായിട്ട് വരികയും എല്ലാവരും അറിയുകയും ജീവിതം പലപ്പോഴും താറുമാറായി പോകുന്നത് കാണാറുണ്ട് പലപ്പോഴും ഒ പി ഡിയിൽ. അപ്പോൾ അവർക്ക് പറ്റിക്കപ്പെട്ടു എന്നൊരു തോന്നലും വരും. അപ്പോൾ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻസിൽ ഇത്രയും കാര്യങ്ങൾ ഇന്ന അസുഖമാണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ചികിത്സയുള്ള അസുഖമാണ്, അപ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അസുഖം ആർക്കും വരാം, ആരുടെയും കുറ്റമല്ല, ആരും ചെയ്ത പ്രവർത്തികൾ കൊണ്ട് വരുന്നതല്ല, അസുഖം ആർക്കും വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല പാർട്ട്നേഴ്സ് ഒ പിയിൽ വന്ന് കറക്റ്റായി ഭാര്യയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് അവരെ മോണിറ്ററിങ്ങും സമയത്ത് കൊണ്ടുവരികയും മരുന്നുകളുടെ കാര്യത്തോടെ നോക്കുന്ന ഒരുപാട് നല്ല കപ്പിൾസിനെയും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ജീവിതം സന്തോഷകരമായി പോകും. അപ്പോൾ ഓപ്പൺ ഡിസ്കഷൻ വളരെ കല്യാണത്തിന് മുന്നേ ആവശ്യമാണ്. പിന്നെ ചില അസുഖങ്ങൾ, ഇപ്പോൾ SLE പോലത്തെ ഉള്ള അസുഖം ഒരു മൾട്ടി സിസ്റ്റം അസുഖമാണ്. അപ്പോൾ അതിനകത്ത് ചില അവയവങ്ങളെയൊക്കെ ബാധിക്കാം, എല്ലാവർക്കും അറിയാം. കിഡ്നി, ബ്രെയിനിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം, ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, ഹാർട്ടിൻ്റെ പ്രഷർ കൂടാം. സ്ക്ലീറോഡർമ എന്ന അസുഖത്തിൽ ഇതുപോലെ ലങ്സിനെയും ഹാർട്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള രോഗികൾ ഈ അവയവങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് വിവാഹം, പ്രഗ്നൻസി മുതലായ കാര്യങ്ങൾ അത്ര അഭികാമ്യമായിരിക്കത്തില്ല എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ വാതരോഗം, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ളതിലൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് നമ്മൾ മരുന്ന് കഴിച്ച് പോയാൽ അത് സാധാരണ രീതിയിൽ തന്നെ അവർക്ക് ജീവിക്കുന്നതാണ്. രണ്ടാമത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രഗ്നൻസി. അപ്പോൾ പ്രഗ്നൻസിയെക്കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിവിയർ ഡിസീസാണ്, ഒരുപാട് വൈകല്യങ്ങളുണ്ട്, ഇടിപ്പല്ലിനൊക്കെ തകരാറുണ്ട്, ഈ ഞാൻ പറഞ്ഞ പോലെ ആന്തരിക അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പ്രഗ്നൻസി നമ്മൾ സാധാരണ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷേ 90% ആളുകളിലും നമ്മൾ ആദ്യമേ ഡിസീസ് കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രഗ്നൻസിക്ക് പോകുന്നതിന് ഒരു 6 മാസം മുന്നേ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മരുന്നുകൾ കഴിച്ച് ESR, CRP ഒക്കെ നോർമലാക്കണം, വേദനകളൊന്നും ഉണ്ടാകാൻ പാടില്ല, അവയവങ്ങളെല്ലാം ക്വയറ്റായിരിക്കണം. അപ്പം റെമിഷൻ എന്ന് നമ്മൾ പറയും. ഡിസീസ് റെമിഷനിൽ ഒരു 6 മന്ത്സ് മുന്നേ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പ്രഗ്നൻസി ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പോകും. അല്ലാതെ ഹൈ ഡിസീസ് ആക്ടിവിറ്റി ഉള്ള ഒരു സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആവുകയും പിന്നെ അത് തുടരുകയൊക്കെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്ക് വരുന്ന ഒരു അസുഖമാണ് ആങ്കിലൈസിങ് സ്പോണ്ടിലൈറ്റിസ്. അപ്പോൾ അവർക്ക് ഈ ഇടിപ്പല്ലിനെയും നമ്മുടെ സ്പൈനിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പം അവർക്കും വിവാഹവും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മരുന്ന് കഴിച്ച് ഈ അസുഖം കൺട്രോൾ ആയതിനു ശേഷം വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. പിന്നെ ചില മരുന്നുകൾ നമ്മൾ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും.
അപ്പോൾ അതാണ് പറഞ്ഞത് പ്ലാൻ ചെയ്ത് പോകണം. അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ചില മരുന്നുകൾ കൊടുക്കാൻ പറ്റത്തില്ല. അതിന് സേഫ് ആയിട്ടുള്ള മരുന്നുകളിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു 2-3 മാസം മുന്നേ മാറ്റണം. മാത്രമല്ല പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ചില മരുന്നുകൾ നിർത്തുകയും വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ മീത്തോട്രിക്സേറ്റ് ഒക്കെ നമ്മളൊരു 3 മാസം മുന്നേ പ്രഗ്നൻസിക്ക് മുന്നേ നിർത്തിയിരിക്കണം. അതുപോലെ ലെഫ്ലൂണമൈഡ് അതും ഏകദേശം 3 മാസം. ഈ ടൊഫാസെറ്റിൻ മുതലായ പുതിയ മരുന്നുകൾ ഈ ഒരു 6 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയിലും ഫീഡിങ്ങിനും ഉതകുന്നതായ മരുന്നുകളുണ്ട്, അതിലോട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ടാക്രോലിമസ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫാസാലസിൻ മുതലായ മരുന്നുകളെല്ലാം പ്രഗ്നൻസിയിലും ഫീഡിംഗ് സമയത്തും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രഗ്നൻസി സാധ്യമാണ്, കുട്ടികളുണ്ടാവുന്നതും പോസിബിളാണ്. പക്ഷേ അത് നമ്മൾ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരു ഓപ്പൺ ഡിസ്കഷനിൽ പ്ലാൻ ചെയ്ത് പോവുക. ഈ മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർക്ക് സാധ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചില സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിൽ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ ബാധിക്കുന്ന ചില അസുഖങ്ങളിൽ നമ്മളിത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഉചിതം. താങ്ക് യു.